എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ കേരള സംസ്ഥാനത്ത് കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾ, ആരോഗ്യരംഗത്തെ പോരായ്മകൾ ഞാൻ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടതില്ല. ഇന്നത്തെയും വാർത്ത അതാണ്. വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യം വളരെ വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം പ്രകടമാണ്. സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും സാമ്പത്തിക പ്രതിസന്ധിയും വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലുമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ വർധനവോ അല്ലെങ്കിൽ റബ്ബർ സബ്സിഡിയുടെ വർധനവോ നടപ്പിലാക്കാൻ 4.5 കൊല്ലക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിഷേധിച്ചവരാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൌണ്ടിൽ ഈ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത്. ആ പ്രഖ്യാപനങ്ങളിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രതികരിക്കാനോ മറുപടി പറയാനോ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇപ്പൊ നടത്തുന്ന കോൺക്ലേവുകളും വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നവകേരള വികസനത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ ഹൌസ് വിസിറ്റ് ഉണ്ടല്ലോ, വീടുകൾ സന്ദർശിച്ച ആളുകളുടെ അഭിപ്രായം തേടാൻ. ഇതിപ്പോഴാണോ ചെയ്യേണ്ടത്? 2030 വികസന ടാർഗറ്റ് വെക്കാൻ ഈ ഗവൺമെന്റിന് എന്ത് അധികാരം? 26 ഇലക്ഷന് ശേഷം വരുന്ന ഗവൺമെന്റുകളല്ലേ ചെയ്യേണ്ടത്. പാർട്ടിക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റോ ഉണ്ടാക്കാം. ഗവൺമെന്റിന് എന്ത് കപ്പാസിറ്റിയിൽ 2030 ഗവൺമെന്റ് ആരായിരിക്കും, 2030 വരെ 26 മുതൽ 30 വരെ ആരായിരിക്കും കേരളത്തിലെ ഭരണം കൈയാളുന്നത് എന്ന് ജനങ്ങൾ നിശ്ചയിക്കേണ്ട സമയത്താണ് 2030 ടാർഗറ്റ് വെച്ച് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഗവൺമെന്റ് ചെലവിൽ. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും. ആത്മാർത്ഥരാഹിത്യം തിരിച്ചറിയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിലെ പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ്. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലുകൾ ഇല്ലെങ്കിൽ ഇത്ര പോലും ആ കേസ് മുന്നോട്ട് പോകില്ല. ഇതെല്ലാം ജനങ്ങൾ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. ഒരാളെ മുൻനിർത്തി ആണ് ഇപ്പൊ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതല്ല. അത് മെയിനായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങളൊരു പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിന്റേതായ ആനുകൂല്യം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകും. പ്രതീക്ഷയ്ക്ക് വാക നൽകുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നടത്താൻ സാധിച്ചു. ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിച്ചു. അതാണ് അതിന്റെ മികവ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഒപ്പം തന്നെ വാർഡ് വിഭജനത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ എടുത്ത് കാട്ടുന്നത് ഒരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? വാർഡ് വിഭജനത്തിലെ അപാകത സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ എത്ര കേസുകളുണ്ടായിരുന്നു? എത്രയായിരം പരാതികളുണ്ടായിരുന്നു? ആ പരാതികൾ സംബന്ധിച്ച് ഞാനിപ്പോ പറഞ്ഞ കാര്യം, ഒരു ജില്ലയിലെ 100 തദ്ദേശ സ്ഥാപനങ്ങളിലേറെയുള്ള ഒരു ജില്ലയിൽ അതിന്റെ ആക്ഷേപങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും എത്രയുണ്ട്? ആയിരക്കണക്കിനുണ്ട്. അതെല്ലാം ഒറ്റ ദിവസം കേട്ട് തീർപ്പാക്കുക. വാട്ട് എ ഹറി ബറി. ജസ്റ്റിസ് ഹറിഡ്, ജസ്റ്റിസ് ബറിഡ്. തിരക്ക് പിടിച്ചത് ചെയ്തെന്തിനാ? അതിനൊരു മനസ്സപ്ലൈ ചെയ്തിട്ടില്ല, ന്യായം ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളെ പരാതി ഇപ്പോഴല്ല. ഞങ്ങളെ പരാതി അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ലീഗലി പ്രോപ്പറായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുക. എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തിന്റെ കോപ്പി വേണേ തരാം. അയച്ച പരാതിയുടെ എന്റെ വാട്സപ്പ് വേണേ കാണിച്ചു തരാം. അത് കഴിഞ്ഞു പോയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്.
പ്രഖ്യാപിച്ചതിന് ശേഷവും ആ ഒരു കൺസേണിലാണ് അവർ UDF കോൺഗ്രസ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അത് ഈ ഇത് മുഴുവൻ കേട്ടയാൾക്ക് അത് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞേ പറഞ്ഞെന്നൊന്ന് ഒന്ന് ഓർമ്മിച്ചു നോക്ക്. സർക്കാരിന്റെ നയപരാജയങ്ങൾ, ജനദ്രോഹ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അഴിമതി ഭരണം, പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടുകൾ, പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത്, പട്ടികജാതി പട്ടികവർഗജന വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികളും ഫണ്ടും വെട്ടിക്കുറച്ചത്, ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ സർക്കാർ പരാജയം സമ്മതിക്കുന്നതിന്റെയും പരാജയം മുൻകൂട്ടി കാണുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഇല്ലാത്ത വാർഡ് വിഭജനം ധൃതി പിടിച്ചുള്ള നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയത് എന്ന അഡീഷണൽ പോയിന്റ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലിയർ? നല്ല കാര്യം. അത് ജില്ലാ കമ്മിറ്റിയാണ് നല്ല തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു.